വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം. കുർബാന ക്രിസ്തുവിൻ്റെ പെസഹായുടെ, അതായത് ക്രിസ്തുവിൻ്റെ ജീവിതം, മരണം, ഉത്ഥാനം എന്നിവ വഴി പൂർത്തിയാക്കിയ രക്ഷാകര കർമ്മത്തിൻ്റെ അനുസ്മരണമാണ്. 3 സമാന്തര സുവിശേഷങ്ങളും വിശുദ്ധ പൗലോസും കുർബാന സ്ഥാപനത്തെക്കുറിച്ച് വിവരണം നൽകുന്നുണ്ട്. കുർബാന സ്ഥാപനത്തിന് പശ്ചാത്തലമൊരുക്കിക്കൊണ്ട് യേശു കഫർനാമിലെ സിനഗോഗിൽ വെച്ച് പറഞ്ഞ വാക്കുകൾ വിശുദ്ധ യോഹന്നാൻ രേഖപ്പെടുത്തുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷത്തിൽ യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന ഭാഗവും യോഹന്നാൻ 13 അധ്യായം 1 മുതൽ 17 വരെയും, ദിവ്യകാരുണ്യ പ്രഘോഷണവും യോഹന്നാൻ 6 അധ്യായം 1 മുതൽ 71 വരെയും, ദിവ്യകാരുണ്യത്തിൻ്റെ പ്രതീകങ്ങളായ സഭാപിതാക്കന്മാരുടെ പഠനങ്ങളിലും പുരാതന ആരാധനക്രമങ്ങളിലും കാണാൻ സാധിക്കും. വിശുദ്ധ കുർബാനയെക്കുറിച്ച് പുതിയ നിയമത്തിൽ കാണുന്ന ഏറ്റവും പുരാതനമായ സൂചന നൽകുന്നത് വിശുദ്ധ പൗലോസ് കൊറിന്ത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 1 കൊറിന്ത്യൻസ് 11 അധ്യായം 23 മുതൽ 25 വരെ. AD 56 എഴുതപ്പെട്ടതാണ് ഈ ലേഖനം. മത്തായിയുടെ സുവിശേഷം 26 അധ്യായം 26 മുതൽ 29 വരെയും, മാർക്കോസ് സുവിശേഷം 14 അധ്യായം 22 മുതൽ 25 വരെയും, ലൂക്കായുടെ സുവിശേഷം 22 അധ്യായം 15 മുതൽ 20 വരെയും സമാന്തര സുവിശേഷങ്ങളിലും വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നു. കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ഈ ലോകം വിട്ട് പിതാവിൻ്റെ പക്കലേക്ക് പോകാനുള്ള സമയമായെന്ന് അറിഞ്ഞുകൊണ്ട് ഭക്ഷണ സമയത്ത് അവിടുന്ന് അവരുടെ പാദങ്ങൾ കഴുകുകയും സ്നേഹത്തിൻ്റെ കൽപ്പന അവർക്ക് നൽകുകയും ചെയ്തു. താൻ സ്നേഹിച്ചവർക്ക് സ്നേഹത്തിൻ്റെ അച്ചാരം നൽകുന്നതിനും തനിക്ക് സ്വന്തമായിട്ടുള്ളവരെന്ന് ഒരിക്കലും വേർപിരിയാതിരിക്കുന്നതിനും അവരെ തൻ്റെ പെസഹായിൽ പങ്കുകാരാക്കുന്നതിനും വേണ്ടി തൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സ്മാരകമായി അവിടുന്ന് കുർബാന സ്ഥാപിച്ചു. കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് നമ്പർ 1337. തൻ്റെ പുനരാഗമനം വരെ കുർബാന ആഘോഷിക്കുവാൻ ശിഷ്യന്മാരോട് കൽപ്പിക്കുകയും ചെയ്തു. കുർബാന സ്ഥാപനത്തിന് തൻ്റെ പ്രവൃത്തികളും വാക്കുകളും തൻ്റെ പ്രത്യാഗമനം വരെ ആവർത്തിക്കണമെന്ന യേശുവിൻ്റെ കൽപ്പന യേശുവിനെയും അവിടുത്തെ ചെയ്തികളെയും ഓർക്കാൻ വേണ്ടി മാത്രമല്ല, അപ്പോസ്തലന്മാരും അവരുടെ പിൻഗാമികളും നിർവഹിക്കേണ്ട ആരാധനക്രമപരമായ അനുസ്മരണ ആഘോഷത്തെ ലഭ്യമാക്കുന്ന കൽപ്പന കൂടിയാണിത്. കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് നമ്പർ 1341.